ഹലോ പ്ലസ് ടു കൊമേഴ്സ് ഫാമിലി. അപ്പൊ എല്ലാരും എക്സാമിന്റെ ടെൻഷനിലായിരിക്കും അല്ലെ? എക്കണോമിക്സിന്റെ കാര്യത്തിൽ എത്ര ക്ലാസ് കൊടുത്താലും വീണ്ടും വരുന്ന കമന്റ് ആണ് എക്കണോമിക്സ് പേടിയാന്ന്. അപ്പൊ അങ്ങനെ പേടിച്ച് നിൽക്കുന്നു. ഇതുവരെയും ഒന്നും പഠിക്കാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവർക്ക് മാത്രമല്ല, അതായത് നമ്മളിപ്പോ പഠിച്ചൊക്കെ കഴിഞ്ഞു ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ ഇതുവരെ ഒന്നും പഠിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ആണ് ഈ ഒരു വീഡിയോ. ഞങ്ങൾ ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാത്രമല്ല, ഈ ടോപ്പിക്സ് എക്സാമിന് പോകുമ്പോൾ സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമുക്ക് മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, മാക്രോ എക്കണോമിക്സ് ഉണ്ട്. ഈ ഓരോ സബ്ജക്ട്സിന്റെയും ഈ ഓരോ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെറ്റ് ആക്കാൻ പോകുന്നത്. അപ്പൊ റെഡി അല്ലേ? നമുക്ക് നോക്കിയാലോ. റിമൈൻഡർ, സ്റ്റഡി. ഓക്കെ, മാക്രോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ, 3 മാർക്സിന്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ ചിലപ്പോൾ 3-4 മാർക്സ് വരെയൊക്കെ വേരി ചെയ്യാൻ സംഭവമുള്ളതാണ്. അപ്പൊ അതിന് നിങ്ങൾ ഗ്രേറ്റ് ഡിപ്രഷന്റെ കാര്യം പഠിക്കുക. ഓക്കെ, പിന്നെ ഇയർ പഠിക്കുക. പിന്നെ മേജർ സെക്ടേഴ്സ് ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി പഠിക്കുക. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, 4 മാർക്സിന് 3 മാർക്സിന് റിപ്പീറ്റഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെന്താ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി 1 മാർക്കായിട്ട് ചോദിക്കും. അതായത് വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, MCQ ചോദിക്കും. അപ്പം നോട്ട് ചെയ്ത് വെക്കുക, ഇത് 3 നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്. അതെ, അടുത്ത ചാപ്റ്റർ നോക്കിയ വിഷ്ണു സാർ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. മാക്രോ എക്കണോമിക്സ്. അതെ, 12 മാർക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാണ്. മോഡൽ എക്സാമിന് ഓൾറെഡി ചോദിച്ചു, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ചിലപ്പോൾ എന്താണ്, ഡയഗ്രാം തന്നിട്ട് ഡയഗ്രാം ഫില്ല് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡയഗ്രാം എന്താണ് വരയ്ക്കാനായിട്ടായിരിക്കും. ഏതാണ്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കണോമി. എപ്പോഴും കാണുന്നത്, എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സർക്കുലർ ഫ്ലോ എന്ന് പറഞ്ഞു തരുമോ. അതെ, ഈ സിമ്പിൾ എക്കണോമി എന്ന് പറഞ്ഞാൽ ഓർത്താൽ 2 സെക്ടർ എക്കണോമിയാണ്. 2 സെക്ടർ, നമുക്ക് 3 സെക്ടറും 4 സെക്ടറും ഒന്നും പഠിക്കാനായിട്ടില്ല, നമുക്ക് 2 സെക്ടർ മതി. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ചിലപ്പോൾ എന്താണ് ചോദിക്കുന്നത്, 3 മെത്തേഡിന്റെ നെയിം എഴുതിയിട്ട് ഏതെങ്കിലും 2 മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ 3 മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 8 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. 3 മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യണേ. പിന്നെ GDP ഡിഫ്ലേറ്റർ, ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ എന്താണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ തിയറീസോ ഒക്കെ ചോദിക്കും. MCQവിനകത്ത് എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് ഗുഡ്സ് വേരിയസ് ടൈപ്സ് ഉണ്ട്. നിങ്ങൾ മൈക്രോയ്ക്കകത്തൊക്കെ ഇത് കാണുന്നത്, പക്ഷെ മാക്രോയിൽ നിന്ന് ഈ ഒരു പോർഷൻ എപ്പോഴും ആ ഒരു കേസ് ഇവിടെ ചോദിക്കുന്നതാണ്. അടുത്താണ് മണി ആൻഡ് ബാങ്കിങ്. ഈ ചാപ്റ്റർ, ബാക്കി എല്ലാ ചാപ്റ്ററും നമുക്ക് പറയാം, ഇന്ന ടോപ്പിക്ക് മാത്രം പഠിച്ചോണ്ട് പോയാൽ മതി. ഈ ചാപ്റ്റർ തുടക്കം തൊട്ട് അവസാനം വരെ 5 മാർക്ക് ക്വസ്റ്റ്യനും കൊണ്ട് നിറഞ്ഞിടക്കാം. പക്ഷെ 6 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഉള്ളൂ. ഒരു MCQ കാണും, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ്ലി ചോദിക്കുന്നത്. അത് ബാർട്ടർ സിസ്റ്റം ഉണ്ട്, അതിന്റെ ലിമിറ്റേഷൻ. അത് ലിമിറ്റേഷൻ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. കുട്ടികളുടെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യണം, പോയിന്റ് മാത്രം. നിങ്ങളോട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ഇത് കാണുവാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് എന്നാണെങ്കിൽ പേര് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ഫങ്ഷൻസ്, ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഫോർ മണി. സപ്ലൈ ഫോർ മണി വന്ന് മോസ്റ്റ്ലി ഡിമാൻഡ് ഫോർ മണി ആയിരിക്കും. നമ്മുടെ ചാനലിൽ ഡിമാൻഡ് ഫോർ മണി മാത്രം ഒരു വീഡിയോ എടുപ്പുണ്ട്, അത് കണ്ടിട്ട് പോകണേ. അപ്പൊ എന്താണ്, ഫങ്ഷൻസ് ഓഫ് RBI, ചിലപ്പോൾ RBI നല്ലതായിരിക്കും ചോദിക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. പിന്നെ മോണിറ്ററി പോളിസി സ്കിപ്പ് ചെയ്യരുത്. മോണിറ്ററി പോളിസീസ് ചോദിക്കും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ പഠിക്കേണ്ടതാണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ മിസ്, 5 മാർക്ക് കിട്ടും. അതെ, യെസ്. അപ്പൊ അടുത്ത ചാപ്റ്റർ നോക്കിക്കോ, ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴല്ലോ ആദ്യം എല്ലാവർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ലായിരുന്നു ഈ ചാപ്റ്റർ പഠിക്കുന്നത്. പക്ഷെ പിന്നെ പഠിച്ച് വളരെ ഈസി ആണ്. 2-3 കോൺസെപ്റ്റ് ഉള്ളൂ. പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് കോമ്പൗണ്ട്സ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ്സ്, അതിന്റെ കോമ്പോണൻസ് 2 ഫേമിന്റെ ഹൗസ് ഹോൾഡിന്റെ എക്സ്പെൻഡിച്ചേഴ്സ്. കൺസപ്ഷൻ ഫംഗ്ഷൻസ്, അതല്ലെങ്കിൽ ചോദിക്കും കൺസപ്ഷൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ കൺസപ്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ വന്നിട്ട് ആ കോമ്പോണൻസ് ആണ്. C ബാർ എന്താണ്, എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഈക്വിലിബ്രിയം ഇൻകത്തിന്റെ നിങ്ങൾക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നതെന്ന് പഠിപ്പിച്ചു. പക്ഷെ ആ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എന്താണ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ബൈ 1 - C, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് 7 മാർക്സിന് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് തിയറി നല്ല തിയറി വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്, അത് ഇത് എപ്പോഴും മാറിപ്പോകുന്നതാണ്. ഈ ടൈപ്സ് ഓഫ് ബഡ്ജറ്റും ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റും.
ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് വരുന്നതും ഓക്കെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റ്, ആ റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും അതിന്റെ കോമ്പോണന്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒത്തിരി ഉണ്ട്. ആ ഒരു വലിയ ചാർട്ട് ഈ പ്രാവശ്യത്തെ എക്സാമിന് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചോദിക്കാം റവന്യൂ റെസിപ്റ്റ് എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ്, എക്സ്പ്ലെയിൻ വിത്ത് വൺ എക്സാമ്പിൾ. ഓക്കെ, ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഉണ്ട് മിസ്സേ. ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്, ബാലൻസ് ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്. അത് മാറിപ്പോകും. ഇതാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. ദെൻ ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, അങ്ങനെ ടൈപ്സ് ഓഫ് ഡെഫിസിറ്റുകളെ പറ്റി ചോദിക്കാം. സെപ്പറേറ്റ് ഓരോ ഡെഫിസിറ്റിനെ പറ്റിയും ചോദിക്കാം. പിന്നെ ഇക്വിലിബ്രിയം ഇൻകം, 3 സെക്ടർ എക്കണോമി. നേരത്തെ 2 സെക്ടർ എക്കണോമിയാണ് കഴിഞ്ഞ ചാപ്റ്റർ കണ്ടത്. ഈ ചാപ്റ്ററിൽ 3 സെക്ടർ ആരുടെ വന്നു, ഗവൺമെന്റിലൂടെ വന്നു. പിന്നെ മൾട്ടിപ്ലൈസ്, വേരിയസ് മൾട്ടിപ്ലൈസ് ഈ ചാപ്റ്റേഴ്സിലുണ്ട്. ആ മൾട്ടിപ്ലൈസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിന്റെ ഇക്വേഷൻസ് ആയിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ നോക്കിക്കോളൂ. എന്താണ് ഓപ്പൺ എക്കോണമി, മാക്രോ എക്കണോമിക്സ്. നമുക്കറിയാം 6 മാർക്സിന്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ, പ്രോബ്ലം ചോദിക്കാത്ത ഒരു ചാപ്റ്ററും കൂടിയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത് എന്തൊക്കെയാ ചോദിക്കുന്നത്, നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, അതിന്റെ കമ്പോണൻസ് ആയിട്ടുള്ള നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടും അതേപോലെ കറന്റ് അക്കൗണ്ടും ചോദിക്കും. പിന്നെന്താ നമ്മുടെ ബാലൻസ് ഓഫ് ട്രേഡ്, ചിലപ്പോൾ ഇതിന്റെ രണ്ടിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താണ് മെത്തേഡ്സ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 3 എണ്ണമാണ് നമുക്കുള്ളത്. അതിൽ നമ്മുടെ എന്താ ഫ്ലെക്സിബിൾ റേറ്റ് അല്ലെ, അത് നമ്മൾ ചോദിക്കാൻ, ഫിക്സഡ് ചോദിക്കാം. പിന്നെ അതല്ല, ഫിക്സഡ് ചാൻസ് വളരെ കുറവാണ്. പിന്നെ മാനേജ് ഫ്ലോട്ടിംഗ്, അത് ചോദിച്ചിരിക്കും. അപ്പൊ ഈ 3 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ട് പോകാൻ. നമ്മുടെ 6 മാർക്ക് വെയിറ്റ് ആണ്. ഒരു MCQ, 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്ക്. കണ്ടുവരുന്നത്. അപ്പൊ മാറാം എങ്കിലും ഇതൊരു പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. പിന്നെ BOP-ന്റെയും BOT-ന്റെയും ആ ഒരു ഡിഫറൻസ് അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് BOP റെഡിയാവും. ഓക്കെ, യെസ്. ഇനി നമ്മൾ എന്താ നമ്മുടെ മൈക്രോ എക്കണോമിക്സ്, മാക്രോ ഇത്രയും പഠിക്കുക. ഇനി മൈക്രോയിലേക്ക് കയറാം. 5 ചാപ്റ്റർ ഉള്ളൂ. 6ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഡിലീറ്റഡ് ആണ്. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ 4 മാർക്സിന്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, പഴയ ടെക്സ്റ്റ് ഉപയോഗിക്കുന്ന സ്റ്റുഡൻസിന്റെ പ്രത്യേകതയ്ക്ക് 6ാമത്തെ ചാപ്റ്റർ ഡിലീറ്റ് ആണ്. ഏതെങ്കിലും ചാപ്റ്റർ ഡിലീറ്റഡ് ആണോ? ഈയിടെ കണ്ടു ഒരു കമന്റ്. സന്തോഷം അത് കേൾക്കുമ്പോഴത്തേക്ക്. അപ്പൊ ഫസ്റ്റ് വൺ നോക്കിയേ, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. 3 പ്രോബ്ലംസ് ആണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. സ്ഥിരം ചോദിക്കുന്ന കുഞ്ഞു ക്ലാസ് തൊട്ട് പഠിക്കുന്ന സംഭവമാണ്. അതിന്റെ അടുത്ത് എന്താണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി, മാർക്കറ്റ് എക്കോണമി തമ്മിലുള്ള ഡിഫറൻസ്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഇതിന്റെ ഏതെങ്കിലും സെൻട്രലി പ്ലാൻഡ് ഫീച്ചർ അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമിയുടെ ഫീച്ചർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താ മൈക്രോ ആൻഡ് മാക്രോ തമ്മിലുള്ള ഡിഫറൻസ് സ്ഥിരം ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്. പിന്നെന്താ പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. ഇത് പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ ഡിഫറൻസ് വന്നതുകൊണ്ട് ഇതുകൂടെ പഠിച്ചിട്ട് പോകാം. ഇതിന്റെ എക്സാമ്പിൾ ഐഡന്റിഫൈ ചെയ്യാം. നേരത്തെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് കാരണം പറഞ്ഞാൽ ഇതൊരു സിനാരിയോ തന്നിട്ട് അത് ഏതാണ്, പോസിറ്റീവ് ആണോ നോർമേറ്റീവ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് അടുത്ത ചാപ്റ്റർ നമ്മുടെ മൈക്രോയിലെ തന്നെ ഏറ്റവും വലിയ ചാപ്റ്റർ ആൻഡ് ഏറ്റവും മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, 12 മാർക്സിന്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഇതിൽ എന്താ പഠിക്കേണ്ടത്? ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, 4 ഫീച്ചേഴ്സ് ആണുള്ളത്, അത് പഠിക്കുക. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം 8 മാർക്സിന് ചോദിക്കാം, ചിലപ്പോൾ 5 മാർക്സിന് ചോദിക്കാം. 8 മാർക്സിന് ചോദിച്ചാൽ എന്താ ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. പിന്നെ എന്താ ബഡ്ജറ്റ് ലൈനിന്റെ പ്രോബ്ലംസ് 8 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിക്കാം. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാൻ പറയും, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറയും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, കൺസ്യൂമർ ഗുഡ് വൺ മാത്രം മേടിച്ചാൽ എത്രയാ, അങ്ങനെ ഇങ്ങനെ കുറെ ചോദിക്കും. പിന്നെ എന്താ ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റ്, നമുക്കറിയാം ചേഞ്ച് ഇൻ ഇൻകം വരും, ചേഞ്ച് ഇൻ പ്രൈസും വരും. അതേപോലെ എന്താ ചേഞ്ച് ഇൻ ഡിമാൻഡ് കർവ്, അതെല്ലാം നമ്മൾ പഠിച്ചു. ഇൻക്രീസും ഡിക്രീസും, കോൺട്രാക്ഷനും എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ. ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 5 ടൈപ്സ് ആണ് നമുക്കുള്ളത്. അത് പഠിച്ചു വെക്കാം. ചിലപ്പോൾ സപ്ലൈയിലും ഉണ്ട്. ആൻഡ് എന്താണ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമുക്ക് 4 മെഷേഴ്സ് ആണുള്ളത്. അതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന പെർസെന്റേജ് മെത്തേഡ് ആയിരിക്കും. അതും പഠിച്ചിട്ട് പോവുക. യെസ്. അപ്പൊ ഇത്രയാണ് 12 മാർക്കിന്റെ കൈ കിട്ടും. വെറുതെ കളയണോ ഇതൊക്കെ? യെസ്. ആൻഡ് അടുത്ത ചാപ്റ്റർ ആണ് എന്താ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. 8 മാർക്കാണ് മിസ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിന് ചോദിക്കുന്നത്. ലോ ഓഫ് വേരിയബിൾ ഗ്രാഫ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. വരച്ചാണ്ട് പഠിക്കുന്നത്. പിന്നെ നമ്മളെ പോലെ പാവപ്പെട്ടവർക്ക് വരയ്ക്കാനായിട്ട് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ഉണ്ട്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിട്ടേ പോകാം. എന്റെ ദൈവമേ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ 3 സ്റ്റേജസിൽ ടിപിക്ക് എന്ത് സംഭവിക്കുന്നു, എംപിക്ക് എന്ത് സംഭവിക്കുന്നു, എപിക്ക് എന്ത് സംഭവിക്കുന്നു, എന്താണ് അതിന്റെ റിലേഷൻ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതത്രയും പഠിച്ചിട്ട് പോകാം. ആ വേരിയബിൾ പ്രൊപ്പോർഷന്റെ സ്റ്റെപ്സ് പഠിച്ചിട്ട് പോകാം. ഈ ഗ്രാഫ് വരയ്ക്കുമ്പോഴല്ലോ നമ്മൾ അതിനെ സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും, പേടിക്കണ്ട. അത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് എടുത്തിട്ടോ ഈ ഗ്രാഫ് ഒക്കെ ഒന്ന് വരച്ച് ഈ ഡിമാൻഡിന്റെ സപ്ലൈന്റെ ഒക്കെ ഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒരിക്കലും വരരുത്. എക്സാം ഹോളിൽ നമുക്ക് തീരെ വരാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം എന്താ നിങ്ങളൊരു വരച്ച് എവിടെയെങ്കിലും വെക്കുക. അപ്പൊ നമുക്ക് പിന്നെയും കാണുമ്പോൾ ഒരു ഓർമ്മ വരും. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ 3 സ്റ്റേജസ്: ഇൻക്രീസ് ഇൻ റിട്ടേൺ ടു ഫാക്ടർ,
ഡിമിനിഷിംഗ് റിട്ടേൺ ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺ ഫാക്ടർ, ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്ന ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ, IRS, CRS, SR, DRS. മിസ് എന്നെ അടുത്ത വേരിയസ് കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റിനെ പറ്റിയുള്ള വേരിയസ് കോൺസെപ്റ്റ്. അപ്പൊ എന്താണ് അത് ഈ പ്രാവശ്യം എന്റെ മിസ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തലേദിവസത്തെ എക്സാമിന് പഠിപ്പിച്ചപ്പോഴത്തേന് ആ ഇക്വേഷൻസ് ഇങ്ങനെ എഴുതി ഇങ്ങനെ വെച്ച് ചുമ്മാ ഒരു എഴുതി വെച്ച് കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴത്തേന് ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പൊ കോസ്റ്റുകളെ പറ്റിയുള്ള ആ ഇക്വേഷൻസ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്നത് ഈ കോസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യാനാ. ഒരു കോസ്റ്റും തരും, ഒരു ക്വാണ്ടിറ്റി തന്നിട്ട് TCയും ക്വാണ്ടിറ്റിയും തരും. MC കണ്ടുപിടിക്കുക, AC കണ്ടുപിടിക്കുക, TVC കണ്ടുപിടിക്കുക, ഇങ്ങനെ കോസ്റ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് കണ്ടുപിടിക്കാൻ ആ ഇക്വേഷൻസ് സഹിതം പഠിച്ചിട്ട് പോകണം. ഈ പ്രാവശ്യം പ്രോബ്ലം ചെയ്യാനല്ല ചോദിച്ചാൽ ഇക്വേഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ എന്തും സംഭവിക്കാം. 8 മാർക്ക്. ആൻഡ് അടുത്താണ് 10 മാർക്സിന്റെ ചാപ്റ്റർ ആണ് തിയറി ഓഫ് ഫേം ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു പെർഫെക്റ്റ് പോലെ തന്നെ വലിയ ചാപ്റ്റർ ആണ് ഗൈസ്. എന്തൊക്കെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? നമ്മൾ പഠിച്ച് നല്ല വൃത്തിയായിട്ട് പഠിക്കും. പക്ഷെ ഇങ്ങനെ ഒരു മാർക്കറ്റ് നമ്മുടെ ലോകത്തെ ഇല്ലാത്ത ടൈപ്പാണ്. എന്റെ മിസ് ഫീച്ചേഴ്സ് എന്താണ് പഠിക്കണം. ആ ഫീച്ചേഴ്സ് ഞാൻ എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും ഫീച്ചേഴ്സ് അവിടെ കണ്ടിരിക്കും. മോഡലിന് ചോദിച്ചു. അതെ, MCQനകത്തും ഫീച്ചേഴ്സ് തന്നിട്ട് ഇരിക്കുന്നത് ഫീച്ചേഴ്സ് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഏത് എന്ന് ചോദിക്കാം. റവന്യൂ കോൺസെപ്റ്റ്, 3 ടൈപ്പ് ഓഫ് റവന്യൂസ്, TR-ഉം AR-ഉം MR-ഉം, ഇതിന്റെ റിലേഷൻഷിപ്പ്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഉള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കോൺസെപ്റ്റ്. 3 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് 2 കണ്ടീഷൻ സെയിം ആണ്, മൂന്നാമത്തെ കണ്ടീഷൻ മാത്രം ചെറിയ വ്യത്യാസം. ലോ ഓഫ് സപ്ലൈ. എന്താണ് ലോ ഓഫ് സപ്ലൈ? ലോ ഓഫ് സപ്ലൈ ഇതെന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, മറ്റത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. എന്താണ് സപ്ലൈ? നമ്മുടെ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും. When other things remain constant. ഫാക്ടേഴ്സ് ഡിറ്റർമിൻ സപ്ലൈ. 3 ഫാക്ടേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ടെക്നോളജിയും യൂണിറ്റ് ഓഫ് പ്രൈസും ഇൻപുട്ട് പ്രൈസും, അല്ല യൂണിറ്റ് ഓഫ് ടാക്സും ഇൻപുട്ട് പ്രൈസും. ഈ ടെക്നോളജിയും ഇത് റിപ്പീറ്റഡ് ചോദിക്കും. ചിലപ്പോൾ ഇവരെ 2 പേരെ പറ്റി മാത്രമേ 4 മാർക്ക് ക്വസ്റ്റ്യൻ. ചേഞ്ചസ് ഓഫ് സപ്ലൈ, സപ്ലൈക്ക് വരുന്ന ചേഞ്ചസ്. നമ്മൾ സപ്ലൈ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് പറഞ്ഞ പോലെ സപ്ലൈ ഇൻക്രീസും ഡിക്രീസും ഒക്കെ വരാറുണ്ട് അല്ലെ. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഒക്കെ വരും. ഇതും പഠിച്ചിട്ട് പോകും. 10 മാർക്കാണ് കേട്ടോ. മാർക്ക് സുഖമായിട്ട് മേടിക്കാം. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. 6 മാർക്സിന് വെയിറ്റേജ് ഉള്ളതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിക്കുക. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റ്, അത്രേ ഉള്ളൂ. പിന്നെന്താ ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണെന്ന് പഠിക്കുക. പിന്നെ അതിലെ പ്രോബ്ലംസ് ചിലപ്പോൾ അത് 2 മാർക്സിന് ചോദിക്കാം, 3ക്ക് ചോദിക്കാം, 4നും ചോദിക്കാം. അങ്ങനെ വേരി ചെയ്ത് ചോദിക്കാൻ സംഭവമാണ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇത്രയും നേരം നമ്മൾ ഡിമാൻഡിലെ ഷിഫ്റ്റ് പഠിച്ചു, സപ്ലൈയിലെ ഷിഫ്റ്റ് പഠിച്ചു. ഇത് നമ്മളെന്താ രണ്ടും കൂടെ വന്നാൽ എന്താണ് സംഭവിക്കാന്ന് കാണും. പിന്നെന്താ പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും വെരി ഇമ്പോർട്ടന്റ്. ഇതിന്റെ ഡിഫറൻസും ചോദിക്കാൻ നല്ല ചാൻസ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട് അല്ലേ. പ്രൈസ് സീലിംഗ് ചോദിക്കാം, അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോ രണ്ടുകൂടെ ചോദിക്കും. ഓക്കെ, അപ്പൊ ചിലപ്പോൾ 8 മാർക്സ് വരെ ചോദിക്കും. ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് വരും. അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മക്കളെ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളെല്ലാ സ്റ്റുഡൻസും പറഞ്ഞ എക്കണോമിക്സ് പറയാണ്, പക്ഷെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലാതെ സിമ്പിള് ഞാൻ നോക്കിയിട്ട് ഞാൻ പഠിച്ചപ്പോൾ നോക്കിയപ്പോഴും ആഫ്റ്റർ ഒരു ടീച്ചിങ് ഫീൽഡിലോട്ട് വന്നപ്പോഴും എക്കണോമിക്സിന് പഠിക്കാൻ പാടാണ്. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. പക്ഷെ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കിയുള്ള സബ്ജക്ട് ടഫ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആക്കത്തില്ലെന്നല്ല, അല്ല നാളെ പറയും സാറ് പറഞ്ഞു ആക്കത്തില്ല, ആക്കാം. പക്ഷെ ഈ ഒരു മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈ ടോപ്പിക്സ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് എക്കണോമിക്സിന് A+ മേടിക്കാം. നല്ല മാർക്ക് കിട്ടും, ഉറപ്പാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇത്രയും ഉണ്ട്, എന്താ എടുക്കുക, ഇതിന്റെയൊക്കെ ഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കുന്ന ഒന്നും കൊണ്ടും പേടിക്കുക. നിങ്ങളെ തന്നെ ഒന്ന് വിശ്വസിക്കുക. എന്നെ കൊണ്ട് ഇത് പറ്റും, എന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ എന്താണ് എക്സാംസ് ഒക്കെ വരികയാണ്, പേടിയൊക്കെ മാറ്റുക. പേടി കാരണം കുറെ മറന്നു പോകും. വരുന്നതിനെ നമ്മൾ നേരിടുക, അത്രയേ ഉള്ളൂ സംഭവം. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഇനിയുള്ള എക്സാംസിന് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.